ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കപ്പ് കേക്കിൻ്റെ റെസിപ്പിയിൽ ഞാൻ വീട്ടിൽ തന്നെ ഫുഡ് കളർ ഉണ്ടാക്കിയത് പറഞ്ഞിരുന്നു. കുറേ പേര് ചോദിച്ചു അതിൻ്റെ റെസിപ്പി കാണിക്കാനായിട്ട്. ഇന്ന് നമ്മൾ ആ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 6 ഫുഡ് കളറാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പോണത്. അതും ജെൽ കളേഴ്സ്. നമുക്ക് കേക്കിൽക്കും വിപ്പിംഗ് ക്രീമിൽക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കളേഴ്സാണ്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നേഴ്സിലായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം നിൽക്കുകയും ചെയ്യും ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം നമ്മൾ റെഡ് കളറാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ഞാൻ ബീട്രൂട്ട് എടുത്താണ്. ഇതൊരു മീഡിയം സൈസുള്ള ബീട്രൂട്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് കട്ടിയുള്ള പീസിൽ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിൻ്റെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ അരച്ചെടുക്കാനുണ്ട്. ഈ ബീട്രൂട്ട് അരഞ്ഞു കിട്ടാൻ പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേ ഒന്നും ഒഴിക്കാൻ പാടില്ല. ഒരു 1/4 ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണോ മാത്രം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കിതിൽ നിന്ന് ജ്യൂസ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൻ്റെ മേലെ. എന്നിട്ട് അതിൻ്റെ മേലേക്കായിട്ട് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള തുണി വെച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ വെള്ളമുണ്ടിൻ്റെ തുണി ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്കായിട്ട് നമ്മൾ അരച്ചിട്ടുള്ള ഈ ബീട്രൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ തുണി ഒരു കിഴി പോലെ പിടിച്ചിട്ട് നമുക്കതിൽ നിന്നുള്ള ജ്യൂസ് മാത്രം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഒരുപാട് ജ്യൂസ് ഉണ്ടാവും. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ജ്യൂസ് കിട്ടും. അപ്പോൾ അതാ ഇത്രയും ജ്യൂസാണ് ഒരു ബീട്രൂട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിൽക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാക്കിയാണ്. എന്നിട്ട് അതിൽക്കായിട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി കൂടുതൽ വെള്ളമൊന്നും ചേർക്കരുത്. ഈ ജ്യൂസ് നമ്മൾ നല്ല പോലെ കുറുക്കിയെടുക്കണം. ഇനി ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് തിളയ്ക്കാൻ തുടങ്ങിയാൽ നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ജ്യൂസ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ചിലപ്പോൾ ഇങ്ങനെ മേൽഭാഗത്ത് പത പോലെ കെട്ടി വരും. അപ്പോൾ അത് ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്ത് മാറ്റുക. അതും കൂടെ കൂട്ടിയിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് കളറിൽ തരി പോലെ ഉണ്ടാവും. നല്ലൊരു പെർഫെക്ഷൻ കിട്ടൂല. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുറുക്കിയെടുക്കുക. നമ്മുടെ ആ ജ്യൂസ് പകുതിയായിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണേ. ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ക്ലീൻ ആയിട്ടുള്ള പ്ലേറ്റിലേക്ക് കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് ഇതാ ഇങ്ങനെ തൊട്ട് നോക്കി കഴിയുമ്പോൾ ഒരു നൂല് പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് എന്നാണ്. ഇനി അതിലേക്ക് കുറച്ചൊരു നാരങ്ങനീര് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണോളം ചേർത്താൽ മതി. നാരങ്ങനീര് കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ പുളി അധികമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ വിപ്പിംഗ് ക്രീമിൽക്കും കേക്കിൽക്കും ഒക്കെ ചേർക്കുന്ന സമയത്ത് പുളി കൂടുതലുള്ള പോലെ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇത് നമ്മുടെ ഷുഗർ ക്രിസ്റ്റലൈസ് ആയി പോവാതെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് നമുക്ക് വേറൊരു പാത്രത്തിൽ കയറ്റ് മാറ്റി കൊടുക്കുക. ഒന്ന് തണുത്ത് വരണം. അതിന് ശേഷമാണ് നമ്മളിത് കുപ്പിയിൽ കയറ്റ് മാറ്റുന്നത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പിന്നെ അതാ ഇതുപോലത്തെ കുപ്പികളാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കളറാക്കാൻ വേണ്ടിയിട്ട്. ഇത് പെയിൻറ്റിൻ്റെതാണ്. നമ്മുടെ ഫാബ്രിക് പെയിൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ബോട്ടിൽസാണ് ഞാൻ ഈ എടുത്തിട്ടുള്ളത്. അതൊരു ദിവസം കംപ്ലീറ്റ് സോപ്പിലും പിന്നെ വിനീഗറിലൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് പെയിൻറ്റ് മുഴുവൻ പോക്കിയെടുത്തിട്ടുള്ളതാണ്. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫുഡ് കളർ നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ശരിക്കും ആ ഒരു ജെൽ കൺസിസ്റ്റൻസി തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ ആയിന്. അപ്പോൾ ഇനി ഞാനിത് കുപ്പികളിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോവാണ്. പിന്നെ നമുക്കിതൊന്ന് വിപ്പിംഗ് ക്രീമിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കളർ കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മൾ സാധാരണ ഫുഡ് കളർ ചേർക്കുന്ന പോലെയല്ല, ഇത് കുറച്ച് അധികം ചേർക്കണം. എന്നാലാണ് ആ കറക്റ്റ് കളറായിട്ട് നമുക്ക് കിട്ടുക. എന്നിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ഇട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതാ നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. നമുക്ക് റെഡ് വെൽവെറ്റിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചില ഫുഡ് കളർ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചേർക്കുമ്പം ക്രീം മെൽറ്റായിട്ട് പോകലുണ്ട്. ഇതിന് ആ പ്രശ്നമൊന്നുമില്ല. നല്ല സ്റ്റിഫായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഇന്നലെ ആക്കിയിട്ടുള്ള കപ്പ് കേക്കിൽ ഇതൊന്ന് മേലെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല സ്റ്റിഫായിട്ടാണ് ക്രീം നിൽക്കുന്നത്. നോസിലിൻ്റെ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ 3 ഫുഡ് കളർ ഒരുമിച്ചാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് ആകെ ആവശ്യമുള്ളത് ഈ വയലറ്റ് ക്യാബേജാണ്. ഇതങ്ങനെ അത്ര വലുപ്പമൊന്നുമില്ലാത്ത ഒരു കുഞ്ഞ് ക്യാബേജ്. ഇനി അത് ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഈ ക്യാബേജ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ക്യാബേജിൻ്റെ ടേസ്റ്റ് വരുമോയെന്ന് പേടിയുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. നമ്മളിത് അരച്ചതിന് ശേഷം വേവിച്ചെടുക്കുന്നുണ്ട്, അതായത് കുറുക്കിയെടുക്കണമല്ലോ, അപ്പോൾ ഒന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഞാൻ ക്യാബേജ് ആദ്യം തന്നെ വേവിച്ചിട്ടില്ല. ഇത് നല്ല പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ക്യാബേജ് അരക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊരു പാത്രത്തിൻ്റെ മേലെ അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ കയറ്റി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തുണി വെക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ക്യാബേജിൻ്റെ പേസ്റ്റ് ഇതിൽക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു കിഴി കെട്ടിയിട്ട് നല്ല പോലെ ജ്യൂസ് അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിൽ നിന്ന് ഒരുപാട് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിനു, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയുള്ളത്. ഇനി നമുക്കതൊരു പാനിൽക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കേണ്ടത്. അങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഇതേപോലെ പതങ്ങനെ മേലേക്ക് പൊന്തി വരും. അപ്പോൾ അത് എടുത്തിട്ട് മാറ്റുക, കൂടെ ഇട്ട് മിക്സ് ചെയ്യരുത്. നേരത്തെ നമ്മൾ ബീട്രൂട്ടിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ കളറിലും തരി ഉണ്ടാവും. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മേലത്തെ പത മാത്രം എടുത്തിട്ട് മാറ്റുക. ഇനി നമുക്കിതിൽക്കായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പോളം പഞ്ചസാര ഇടുന്നുണ്ട്. കാരണം നമുക്ക് ഈ ജ്യൂസ് കുറച്ചധികം വേണം, ഒരു 3 കളർ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് കുറച്ചധികം ജ്യൂസ് വേണം. അതുകൊണ്ട് ഇത്തിരി കൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ തിക്കായിട്ട് തുടങ്ങും. ഇപ്പം നമ്മുടെ ക്യാബേജിൻ്റെ ജ്യൂസ് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിടണം. ഇത് റെഡി ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ഇങ്ങനെ കയ്യിൽ ഒട്ടുന്ന ആ ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കളറ് റെഡിയാവാൻ തുടങ്ങിയാണ്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. എല്ലാത്തിൽക്കും ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ ഒഴിച്ചാൽ മതി. ജ്യൂസ് കൂടുതലുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ മാത്രം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ആ ജ്യൂസ് കുറച്ചൊന്ന് ചൂടാറിയാൽ നമുക്കിത് 3 ബൗളിലേക്കായിട്ട് മാറ്റി കൊടുക്കാം. ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്കിതിൽ നിന്ന് പിങ്ക് കളർ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്താൽ മതി. എന്നിട്ട് അതൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ലൊരു ബ്രൈറ്റ് പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിങ്ക് കളർ റെഡിയായി. ഇനി ബ്ലൂ കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലെ ക്യാബേജ് ജ്യൂസിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് കൂട്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ പത പോലെ വന്നിട്ട് കളർ മാറാനായിട്ട് തുടങ്ങും. പെട്ടെന്നൊന്നും മാറില്ല, കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ അതൊരു ബ്ലൂ കളറിലേക്ക് പോണത് കാണാം. ഇപ്പോൾ ബ്ലൂ കളർ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു 5 മിനിറ്റും കൂടെ ഇതേപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ കളർ മാറിയിട്ട് വരും. അതിനുശേഷം ഞാൻ ഈ 3 കളേഴ്സും ഫ്രിഡ്ജിലേക്ക് വെച്ചിനി. പിന്നെ അതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ കുപ്പിയിലേക്കായിട്ട് മാറ്റി കൊടുക്കുകയാണ്. ആദ്യം നമ്മുടെ പിങ്ക് കളറാണ് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കളറ് കുപ്പിയിലേക്ക് മാത്രമല്ല അതിലും കൂടുതലും ഉണ്ടേനി കേട്ടോ. ഇനി നമുക്കിത് വിപ്പിംഗ് ക്രീമിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുള്ള പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ക്യാബേജ് നല്ലോണം അരിച്ചെടുത്തോണ്ടും പിന്നെ ആ പത പൊന്തി വന്നതൊക്കെ എടുത്ത് ഒഴിവാക്കിയോണ്ടും വിപ്പിംഗ് ക്രീം നല്ല സ്മൂത്ത് ആയിട്ടാണ് നിൽക്കുന്നത്, ഗ്രെയിൻസ് ഒന്നുമില്ല. ഇനി നമുക്കിത് കപ്പ് കേക്കിൻ്റെ മേലൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വയലറ്റ് കളറും കുപ്പിയിലേക്കാക്കാം. വയലറ്റ് കളർ ചൂടായതിന് ശേഷമാണ് കേട്ടോ ഈ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും വിപ്പിംഗ് ക്രീമിലൊന്ന് ടെസ്റ്റ് ചെയ്യാം.
നമ്മുടെ വയലറ്റ് കളറിലുള്ള വിപ്പിംഗ് ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഒരു കപ്പ് കേക്കിൻ്റെ മേലേക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റെയിൻബോ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കളർ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പം ഈ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന ആ കളേഴ്സിനേക്കാളും നല്ലത് ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് വിശ്വസിച്ചിട്ട് കഴിക്കാനായിട്ട് പറ്റും. മറ്റ് ഈ റെയിൻബോ കേക്കൊക്കെ കഴിക്കുമ്പോൾ എന്തോ ഒരു പേടിയാണ് ഉള്ളിൽ, കാരണം അത്രയും കളറല്ലേ ഉള്ളിലേക്ക് ചെല്ലണത് എന്നുള്ള. ഇപ്പം ഞാൻ ബ്ലൂ കളറ് നമ്മുടെ കുപ്പിയിലേക്ക് ആക്കി കൊടുക്കുകയാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് വിപ്പിംഗ് ക്രീമിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെൽ കളറാണെങ്കിൽ 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ ഒക്കെ ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ ഇതിന് നല്ലോണം കളർ വരും. പക്ഷേ ഇതങ്ങനല്ല, അതിൽ എന്തായാലും കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും. ഇതങ്ങനല്ല, ഓർഗാനിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം യൂസ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ യൂസ് ചെയ്തെന്ന് വെച്ചിട്ടും പ്രശ്നമൊന്നുമില്ല, നമുക്ക് കേടൊന്നുമല്ല. നിങ്ങൾ കണ്ടതാണല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം ഞാനത് കപ്പ് കേക്കിൻ്റെ മേലൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാൻ യെല്ലോ കളറാണ് ഉണ്ടാക്കാനായിട്ട് പോണത്. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് കുങ്കുമം എടുത്തിട്ടുണ്ട്, സാഫ്രൻ. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്കായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് യെല്ലോ കളർ 2 രീതിയിൽ ഉണ്ടാക്കാം. ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പുഴുങ്ങിയിട്ട് ഇതേപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് ജ്യൂസ് മാത്രം പിഴിഞ്ഞെടുക്കുക. അങ്ങനെ നമുക്ക് മഞ്ഞ കളർ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതേപോലെ കുങ്കുമം വെച്ചിട്ടും ഉണ്ടാക്കാനായിട്ട് പറ്റും. കുങ്കുമവും പഞ്ചസാരയും കൂടെ ഞാൻ ആദ്യം മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അത് പൊടിയാൻ കുറച്ച് പണി ഉണ്ടാവും, കാരണം സ്ട്രാൻഡ്സ് ആയിട്ട് കിടക്കുന്നതല്ലേ, കുഞ്ഞു കുഞ്ഞല്ലേ. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ നടിച്ചെടുക്കാം. ഞാനൊരു 2-3 മിനിറ്റ് വെച്ചിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. കുങ്കുമം അരയാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സോക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും തോന്നുന്നുണ്ട്. അങ്ങനെ അത് ഞാൻ ഒരു സോസ് പാനിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തേന്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിലെ വെള്ളമൊക്കെ പോക്കി ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. നല്ലോണം കുറുകിയിട്ട് നമ്മുടെ പഞ്ചസാര 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ഇത്തിരി നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് മിക്സാക്കി വെക്കാം. പിന്നെ ഇതാ തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യെല്ലോ ജെൽ കളറും റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ കുപ്പിയിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ട് വന്നാണ്. തണുത്ത് കഴിഞ്ഞപ്പം കുറച്ചും കൂടെ തിക്നെസ് കൂടിയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വിപ്പിംഗ് ക്രീമിൽ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ ക്രീം ഇപ്പം നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കിനും പിന്നെ റസ്മലായി കേക്കിനൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു കളറായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ചും കൂടെ ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടെ ആ ഫുഡ് കളർ ചേർത്തിട്ട് മിക്സ് ആക്കിയാൽ മതി. ഇനി നമുക്ക് ഇതും ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഗ്രീൻ ഫുഡ് കളർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. ഇത് ചീരൻ്റെ ഇലയാണ്. ടേസ്റ്റ് ഇല്ലാത്ത ഏത് ഇല വേണമെങ്കിലും നമുക്കിതിലേക്കായിട്ട് യൂസ് ചെയ്യാം. നല്ല കളർ കിട്ടുന്ന ഇല നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇല ഒന്ന് കുക്കായിട്ട് വരണം. ചീരൻ്റെ ഇല കുക്കായി കഴിഞ്ഞാൽ നമുക്കതും ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൻ്റെ മേലെ അരിപ്പ വെച്ചിട്ട് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള തുണി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ പച്ച ജ്യൂസ് ഒഴിച്ചിട്ട് അതിൽ നിന്ന് ആ ജ്യൂസ് മാത്രം കിട്ടുന്ന തരത്തിൽ ഇതേപോലെ കിഴി കെട്ടിയിട്ട് പിഴിഞ്ഞെടുക്കുക. ഇനി ഈ ജ്യൂസ് സോസ് പാനിൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം. ഒന്ന് ചൂടായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അങ്ങനെ ഈ ജ്യൂസ് നല്ലോണം കുറുകിയിട്ട് നേരത്തെ കാണിച്ച പോലെ പഞ്ചസാര അലിഞ്ഞ് ആ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതെത്തുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ നാരങ്ങനീരും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു ബൗൾക്കായിട്ട് വെക്കുന്നുണ്ട്, നമ്മുടെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ നല്ല കട്ടിയായിട്ട് ഇത് കിട്ടും. അപ്പോൾ ഞാനത് കുപ്പിയിലേക്ക് മാറ്റാണ്. ഇനി ഈ കളറും നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ഗ്രീൻ കളർ കുറച്ച് അധികം വേണ്ടി വന്നിട്ടുണ്ട്. ഇതാ ഇതേപോലത്തെ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്രീമിൽക്ക് ചേർക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. കേക്കിൽക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും വേണ്ട, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതും ഒന്ന് പൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഹോം മെയ്ഡ് ജെൽ ഫുഡ് കളേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത്. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ കെമിക്കൽസ് ഉള്ളിലെത്തുന്നതിനേക്കാളും ഇതുപോലത്തെ പച്ചക്കറികളും ഇലകളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്